ഒരിക്കലും അതിൻ്റെ ഏറ്റവും സമീപത്ത് ചെല്ലാതെ ഒരു പാമ്പ് നമ്മളെ ആക്രമിക്കില്ല. ഓക്കെ, ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പറയാം. ഒരു പാമ്പ് നമ്മളെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ 5 നിലകളിൽ ഏതെങ്കിലും ഒരു നില നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അവരുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. സ്നേക്ക് ബൈറ്റ് ഏൽക്കുന്നത് പ്രധാനമായി 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ പലപ്പോഴും താഴെ നോക്കി നടക്കാറേയില്ല. പറഞ്ഞു വന്നത്, താഴെ നോക്കി നടക്കാത്തത് നിമിത്തമാണ് ഒന്നാമത്തെ സ്നേക്ക് ബൈറ്റ് ഉണ്ടാകുന്നത്. കൂടുതലും എടുത്ത് നോക്കിയാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാമ്പ് കടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം അതിനെ ഉപദ്രവിക്കാൻ ചെല്ലണം. അതിന് കയ്യും കാലും ഒന്നുമില്ല. നമ്മളെപ്പോലെ നമ്മുടെ സംസാരശേഷി, നമ്മുടെ ഭാഷ അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആകെപ്പാട് ചെയ്യാൻ പറ്റുന്നത് കടിക്കുക, എന്നെ അടിക്കാൻ വരുന്നവനെ പ്രതിരോധിക്കുന്നത് കടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അതിരിക്കുന്നു എന്നറിയാൻ വയ്യാതെ ചെന്ന് എന്ത് ചെയ്യുക, കയ്യും കാലും വിടുക. അതുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന മറ്റ് സാധനങ്ങളിലേക്കൊന്നും ചെന്ന് എന്ത് ചെയ്യരുത്, കൈ പതിക്കുവാൻ തക്കോണം ഇടവരരുത്, കയ്യോ കാലോ ചെന്ന് പതിക്കുവാൻ ഇടവരരുത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവരുമല്ല ചിലരെങ്കിലും വൈകിട്ട് ഈ സ്നേക്കുകളെക്കാട്ടിലും സ്നേക്കുകളായിട്ട് മാറ്റപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം എന്നിട്ട് നമ്മളെ പത്രവിനിമയ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും ഉണ്ടായിട്ടുണ്ട്. അണലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാമ്പിനെ പിടിച്ചു, പെരുമ്പാമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അണലിയെ പിടിച്ചു, കടിയേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നിരവധിയാണ്. അപ്പോൾ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കടിക്കും. 5, അത് ഞാനിങ്ങനൊരു എൻ്റെ ഒരു കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരെണ്ണം വല്ലതും ആയിരിക്കും. കാരണം ഇവർക്ക് കണ്ണ് ബ്ലറാണ്. ഇവർ താഴേക്കൂടെ എഴയുന്ന ജീവി ആയതുകൊണ്ട് ഇവരുടെ കണ്ണിന് പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെ അവർക്കൊരു ഒരു പാട പോലെ, കണ്ണിനൊരു പാട പോലെ, ഒരു നേർമയുള്ള പാട പോലെ കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഫോണിൻ്റെ കളർ അതിന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ എന്തോ ഒരു സാധനം അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. നമ്മളിട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളറൊന്നും അതിന് വ്യക്തതയല്ലെങ്കിലും ആളിനെ വ്യക്തമായിട്ട് കാണാം. എന്ന് വിചാരിച്ചാൽ അതിന് കണ്ണ് കാണത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെ സുതാര്യമായിട്ട് അവയ്ക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ണ് കാണാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവരേതെങ്കിലും പൊനത്തിൻ്റെ അകത്തിൽ അഥവാ വങ്കിൻ്റെ അകത്തിൽ കയറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് കയറിയിരിക്കുക. ആ സമയത്ത് അല്ലെങ്കിൽ അതുവഴി അങ്ങോട്ട് പോകുന്ന സമയത്ത് വിശന്നിരിക്കുന്ന ഒരു പാമ്പാണെങ്കിൽ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇതെല്ലാം കൂടി, ഇതിനെ 5 എണ്ണത്തിനെയും കൂടെ ചേർത്ത് 5 കാര്യം ഞാൻ പറഞ്ഞു. ഈ 5 കാര്യം കൂടെ ചേർത്ത് നോക്കിക്കിടന്നുണ്ട് ഇത്രയും സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ വളരെ വിജിലൻ്റാണ്, ഇൻ്റലിജൻ്റാണ് മനുഷ്യൻ. പക്ഷേ ഇത്രയും ബുദ്ധിവികാസമുള്ള മനുഷ്യൻ്റെ അശ്രദ്ധ കൊണ്ടാണ് സ്നേക്ക് ബൈറ്റ് ഏൽക്കുന്നത്.